എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്യാബേജ് പക്കോട ഉണ്ടാക്കാവേ. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, 2 പച്ചമുളക്, 2 സവോള ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇച്ചിരി നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതിയെ, കൊത്തിയല്ല അരിയേണ്ടത്, നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ള ക്യാബേജ് മുഴുവൻ ഇവിടെ ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും കൂടെ അരിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ സവോള മുഴുവൻ അരിഞ്ഞെടുത്തു. ഇനി പച്ചമുളക് കൂടെ അരിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മി കൂട്ടി കുറച്ച് നേരം അടച്ചു വെക്കാം. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഉപ്പൊക്കെ ഇട്ട് അരമണിക്കൂർ മൂടി വെച്ചിട്ട് അത് തുറന്നതിന് ശേഷം അതിലേക്ക് ഒരു 4 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുമ്പേ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നേ. ഞാൻ മുമ്പേ മറന്നുപോയതാണ്. ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2-3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൂണ് വെച്ച് കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാബേജ് പക്കോട. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.